கொடுக்க சொன்ன எல்லா உலமும் செல்வமும் என் தங்கச்சிக்கு கொடுக்க சொல்லுங்க. ഇനിയുള്ള കാലം നമ്മൾ ചേച്ചി അനിയത്തിയല്ല, വെറും ശത്രുക്കൾ മാത്രമായിരിക്കും. ജീവനെ പോലെ കരുതി ഞാൻ വളർത്തിയ പ്രീതി ഇപ്പൊ എന്നെ ശത്രുവിനെ പോലെ കാണുന്നു. തന്റെ മനസ്സിൽ താൻ മൂടി വെക്കുന്ന സ്നേഹം ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും മീര. മീരയെ ഞാൻ താലി കെട്ടി സ്വന്തമാക്കുകയും ചെയ്യും. അവൾക്ക് എന്തിനാ എന്നോട് ഇത്ര ദേഷ്യമെന്ന് എനിക്കറിയില്ല. ഞാൻ എത്ര ചോദിച്ചിട്ടും അവളൊന്നും പറയുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇന്ന് വരെ പ്രീതിയെ വേദനിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇനി ഞാനൊന്നും ചെയ്യുകയില്ല. എന്നിട്ടും ഞാൻ അവളോട് എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ അവൾ എന്നോട് പെരുമാറുന്നത്. ഞാൻ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന എന്റെ പൊന്നനുജത്തി അവളിവിടെ എന്നെ വെറുത്ത പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അവളെന്നെ പഴയതുപോലെ സ്നേഹിക്കണം, എന്നോട് പഴയ പോലെ മിണ്ടണം. അല്ലെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. പ്രീതി, ദാ കോഫി. ഞാൻ ചോദിച്ചില്ലല്ലോ. ഞാനുണ്ടാക്കിയ കോഫി നിനക്ക് ഇഷ്ടമല്ലേ? അല്ല. ഈ കൈ കൊണ്ട് നിങ്ങൾ എനിക്ക് അമൃത് കൊണ്ട് തന്നാലും എനിക്കത് വിഷമായിരിക്കും. വിഷം. നീ എന്നെ എന്തൊക്കെ പറഞ്ഞ് വേദനിപ്പിച്ചാലും പിണങ്ങിയിരുന്നാലും എനിക്ക് നിന്നോട് പിണങ്ങാൻ പറ്റില്ല മോളെ. എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് എന്നോടുള്ള പിണക്കം മാറുമെന്ന് എനിക്ക് ഉറപ്പാ. അതുവരെ ചേച്ചി കാത്തിരുന്നോളാം. എങ്കിൽ പിന്നെ ചാവുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. എനിക്ക് നിങ്ങളോടുള്ളത് പിണക്കമല്ല, വെറുപ്പാ. വെറുപ്പ്. പ്രീതി, ഓ, ഈ അഭിനയൊന്നും ഇനി നിർത്താറായില്ലേ? മോളെ വിക്ക പ്രീതി. എന്നോട് മിണ്ടാൻ ഇഷ്ടമല്ലെങ്കിൽ മിണ്ടണ്ട. പക്ഷെ ഈ കോഫി കുടിച്ചിട്ട് പോ മോളെ. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? കൊണ്ടുപോ. എന്താ എന്താ രാധികയുടെ ഫോട്ടോ എങ്ങനെ ഉടഞ്ഞേ?
ചോദിച്ചു കേട്ടില്ലേ ഇതെങ്ങനെ ഉടഞ്ഞെന്ന്? ചായക്കപ്പ് ഉടഞ്ഞു കിടക്കുന്നുണ്ടല്ലോ. എന്താ ഉണ്ടായെന്ന് ഒന്ന് വായ തുറന്ന് പറയുന്നുണ്ടോ ആരെങ്കിലും? പ്രീതി, ഇതെങ്ങനെയാ സംഭവിച്ചത്? സംഭവിച്ചെന്താണെന്ന് ഇനി ആർക്കും മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എല്ലാ പ്രശ്നത്തിനും കാരണം ഇവള് മാത്രമാ. എന്നെ വേദനിപ്പിക്കാൻ ഓരോരോ കാരണങ്ങളും ഇവിടെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുക. മീര എന്ത് ചെയ്തു എന്നാ നീ പറയുന്നത് ദേവ? അതി ഇവൾ എന്റെ മോളെ എന്നിൽ നിന്ന് അകത്തി. ഇപ്പൊ എന്റെ ഏക ആശ്വാസമായിരുന്ന എന്റെ രാധയുടെ ഫോട്ടോ ഇവളെ എറിഞ്ഞുടച്ചു. എറിഞ്ഞുടച്ചു? പിന്നെ അല്ലാതെ എനിക്ക് അല്പം സന്തോഷം കിട്ടുന്നതോ എന്റെ മനസ്സിന് ഇത്രയെങ്കിലും ആശ്വാസം കിട്ടുന്നതോ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഇവക്ക്? മിണ്ടി പോകരുത് ദേവ. ഇവളുടെ കൈകൊണ്ടാ ഇത് സംഭവിച്ചതെന്ന് നിനക്ക് എന്താ ഉറപ്പ്? നീ കണ്ടോ? ഇല്ലല്ലോ. നടന്നത് എന്താണെന്ന് അവളെ ഒന്ന് പറയാനെങ്കിലും സമ്മതിക്കണം. അതും ഇല്ല. ഉറപ്പില്ലാത്തൊരു കാര്യത്തിന് ആരെയും കുറ്റപ്പെടുത്തരുത് ദേവേട്ട. പ്രീതി ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ. മീര ഒരിക്കലും രാധികച്ചയുടെ ഫോട്ടോ മനഃപൂർവ്വം എറിഞ്ഞുടക്കില്ല. അത് ഞങ്ങൾക്ക് ഉറപ്പാ. ആര് പറഞ്ഞു? ഇവൾ ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. അങ്ങനെ പറയരുത് ദേവ. അമ്മയെന്ന് പറഞ്ഞ ആ പൂജാമുറിയിൽ ഇരിക്കുന്ന ദൈവങ്ങളെക്കാളും വലുതാ മീരയ്ക്ക്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും അതൊക്കെ അവൾ ആദ്യം പങ്കുവെക്കുന്നത് രാധികയുടെ അടുത്ത. ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ ഫോട്ടോയ്ക്ക് മുന്നിൽ ഇവള് വിളക്ക് കത്തിക്കുന്നതും മാല ചാർത്തുന്നതും ഒക്കെ നീയും കാണുന്നതല്ലേ മോനെ? മതി മക്കാലത്ത് പറഞ്ഞു. എന്റെ മുന്നിൽ പോലും വരാൻ ധൈര്യപ്പെടാത്തോള് ഇപ്പം വന്നു നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? കാര്യങ്ങൾ ഇതുവരെ കൊണ്ടെത്തിച്ച നിങ്ങളൊക്കെ തന്നെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സ്വന്തം അമ്മയുടെ മരണത്തിന് ഉത്തരവാദിയായ ഇവക്ക് ആ അമ്മയുടെ മേലെ ഒരു അവകാശവും ഇല്ല. ഇനി മേലിൽ ഈ ഫോട്ടോയുടെ മേലെ വിളക്ക് വെക്കാനോ മാലയിടാനോ പാടില്ല ഇവള്. രാധികയുടെ അടുത്ത് പോലും വന്നു പോകരുത് ഇവള്. ഇത് എന്റെ തീരുമാനമാണ്. ഇനി ഒരിക്കലെങ്കിലും ഇത് സംഭവിച്ചെന്നറിഞ്ഞ രാധികയുടെ ഒരു ഫോട്ടോ പോലും വീട്ടിലുണ്ടായിരിക്കില്ല. അവളോട് പറഞ്ഞേക്ക്. ഏതായാലും ഈ അവസ്ഥയിൽ ഈ ഫോട്ടോ ഇവിടെ ഇരിക്കണ്ട, എടുത്തോണ്ട് പോകാൻ ഞാൻ പറഞ്ഞേക്കാം. സമാധാനാവുമല്ലോ എല്ലാവർക്കും. മോളെ, തെറ്റ് നിന്റെ ഭാഗത്തല്ലെന്ന് അമ്മയ്ക്കറിയാം. എന്താ നടന്നത് മീരേ? ഞാൻ കോഫി കൊണ്ട് കൊടുത്തപ്പോ എന്നോടുള്ള ദേഷ്യത്തിന് പ്രീതി അത് തട്ടി എറിഞ്ഞതാ. അത് ഫോട്ടോയിൽ ചെന്നിടിക്കുമെന്നും ഇങ്ങനെയൊക്കെ ആവുമെന്നും അവള് പ്രതീക്ഷിച്ചില്ല അച്ഛമ്മ. എന്നിട്ട് പഴി കേൾക്കാൻ നിന്നെ വിട്ട് അവള് മിടുക്കിയായിട്ട് കേറി പോവുകയും ചെയ്തു. അല്ല മോളെ, ശരിക്കും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താ? പ്രീതിക്ക് നിന്നോട് ഇത്രയും ദേഷ്യവും പിണക്കവും ഒക്കെ തോന്നാൻ മാത്രം എന്താ നീ ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നുമില്ല. അറിഞ്ഞുകൊണ്ട് ഞാൻ അവളെ ഒരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല. എന്താ പറ്റിയെന്ന് എത്ര ചോദിച്ചിട്ടും പ്രീതി പറയുന്നുമില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്ത് പ്രായശ്ചിത്വം ചെയ്തേനെ. എങ്ങനെയും ഈ പിണക്കത്തിന് പരിഹാരം കണ്ടെത്തിയേനെ. നിന്റെ ഈ സങ്കടങ്ങൾക്ക് മാത്രം എന്താ മോളെ?
ഒരവസാനവും ഇല്ലാതെ പോകുന്നത്. പ്രീതിയുടെ പിണക്കം എന്തെങ്കിലും മാറുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് അച്ഛമ്മ. പക്ഷെ എന്റെ അമ്മയുടെ മേലെ എനിക്ക് ഒരവകാശമില്ലെന്ന് അച്ഛൻ പറഞ്ഞു തോർക്കുമ്പോ മാല ഇടാനോ വിളക്ക് വെക്കാനോ എന്റെ അമ്മയുടെ അടുത്ത് പോലും പോകാനോ പാടില്ലെന്ന് പറഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ചേട്ടാ, ഏതു നേരം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ പ്രേമിക്കുന്നത്? നമ്മൾ ഒരാളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവര് തരുന്ന വേദനകൾക്ക് പോലും ഒരു സുഖമുണ്ടപ്പോ. ഇപ്പൊ എന്തിനാ സങ്കടം? അത് പറ. നിങ്ങളാ റിസോർട്ടിൽ വെച്ച് കണ്ടിട്ട് എല്ലാം കോംപ്ലിമെന്റ് ആക്കിയതല്ലേ? ഇല്ല, അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും എന്റെ സ്നേഹം അവളെ എപ്പോഴും വേദനിപ്പിക്കുക ചെയ്യുന്നത്. അതാ എനിക്ക് സങ്കടം. ഒന്ന് വിളിക്കണമെന്ന്, സുഖമാണോന്ന് ചോദിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ വിളിക്കില്ലെന്ന് ഞാൻ മീരയ്ക്ക് വാക്ക് കൊടുത്തതാ. മീരേച്ചിയുടെ വിശേഷങ്ങൾ അറിയാൻ നേരിട്ട് തന്നെ വിളിക്കണമെന്നില്ലല്ലോ. പിന്നെ മറ്റേ ചേച്ചിയെ വിളിച്ചാ പോരെ? ആരെ? പ്രീതിയെയോ? അതെ, ആ ചേച്ചിയുടെ അനിയത്തിയിലെ ഈ ചേച്ചി. അമ്പട രാവണ, നീ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു? എന്നോട് അനീഷേട്ടൻ പറഞ്ഞതാ. ഏതായാലും ഒന്ന് വിളിച്ചു നോക്ക്. അനീഷിനപ്പൊ കിട്ടിയതൊന്നും പോരാ, അവര് ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്കറിയാം ഗൗതം, നീ എന്നെ എന്തിനാ വിളിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. I hate you. I hate you for what you did to me. പ്രീതി, ഇപ്പൊ നീ കാണിക്കുന്നത് മണ്ടത്തരല്ലേ? ഗൗതമിനെ നിനക്ക് വേണോ വേണ്ടേ, അതാ ചോദ്യം. ഒരിക്കലും എന്റേതാവില്ലെന്ന് ഉറപ്പുള്ള അവനെ അതറിഞ്ഞുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ് മണ്ടത്തരം. പിന്നെ അവൻ ആർക്ക് സ്വന്താകുന്ന നീ കരുതുന്ന? മീരയ്ക്കോ? ഒരിക്കലും ഇല്ല. മീര അവനെ തള്ളി പറഞ്ഞത് നീ കേട്ടതല്ലേ? അച്ഛനെ മറന്നിട്ട് മീര ഒരു കാലത്തും അവന്റെ പിന്നാലെ പോവാൻ പോകുന്നില്ല. പോയാലും പോയില്ലെങ്കിലും എനിക്കെന്താ? എന്റെ സ്നേഹത്തിനും ആത്മാർത്ഥതയ്ക്കും പുല്ല് വില നൽകി തട്ടി എറിഞ്ഞ അവനെ എനിക്കിനി വേണ്ട. നിനക്ക് ഗൗതമിനോടുള്ള സ്നേഹം നീ തുറന്നു പറഞ്ഞിട്ടുണ്ടോ? പിന്നെങ്ങനെ അത് അവന്റെ കുറ്റാവും? നിനക്ക് ഗൗതമിനെ നേടാൻ ഇതാ അവസരം. This is your golden chance, പ്രീതി. മീര അവന് നൽകുന്ന വേദനകൾക്ക് നീ മരുന്നാവണം. മീര അവനോട് കാട്ടുന്ന അവഗണനകൾക്കുള്ള മറുപടിയായി നീ മാറണം പ്രീതി. തള്ളി അകറ്റി നിർത്തുന്ന സ്നേഹത്തിനേക്കാൾ ചേർത്ത് പിടിക്കുന്ന സ്നേഹത്തിനാണ് വില. അത് തിരിച്ചറിഞ്ഞ് അവൻ നിന്റെ വഴിക്ക് വരാതിരിക്കില്ല. ഈ അവസരം നീ പാഴാക്കരുത്. ചെല്, അവനോട് നിന്റെ പ്രണയം തുറന്നു പറയും. അവനെ നിന്റെ സ്നേഹം കൊണ്ട് മൂടി നിന്റേതാക്കു പ്രീതി. മീര നൽകിയ സങ്കടങ്ങളിൽ അവൻ ആശ്വാസം പകരുന്നത് നീ ആയിരിക്കണം.
ഹായ് പ്രീതി. ഗൗതം, ഐ വോണ്ട് ടു മീറ്റ് യു. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഓക്കെ, വൈ നോട്ട്? എന്തോ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്? ഉണ്ട്. അന്ന് റിസോർട്ടിൽ നിങ്ങൾ പെട്ടെന്ന് മടങ്ങി അല്ലേ? പോകും മുമ്പ് ഒന്ന് കാണാനും യാത്ര പറയാനൊന്നും പറ്റിയില്ല. ആരെ? അതെന്താ പ്രീതി അങ്ങനെ ചോദിച്ചത്? പറയ് ഗൗതം, ആരെ കണ്ട് യാത്ര പറയാൻ പറ്റാത്തതിലാണ് ഇയാൾക്ക് സങ്കടം? എന്നെയോ അതോ മീരയോ? അറ്റ്ലീസ്റ്റ് ഈ ചോദ്യത്തിനെങ്കിലും നിങ്ങൾ സത്യസന്ധമായ ഉത്തരം പറഞ്ഞേ പറ്റൂ. താനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? എന്നോട് കള്ളങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ള ഒരാളോട് ഞാൻ പിന്നെ എങ്ങനെയാ സംസാരിക്കേണ്ടത് ഗൗതം? എന്നെ സ്വന്തം ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള വെറും ഒരു ചവിട്ടുപടി മാത്രമായി ഉപയോഗിച്ച് നിങ്ങളോട് ഞാൻ പിന്നെ എങ്ങനെയാ പെരുമാറേണ്ടത്? പ്രീതി, താൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ എന്ത് കള്ളം പറഞ്ഞു എന്നാ? ഒരു പെണ്ണിനോട് ഒരാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാ ഗൗതം എന്നോട് ചെയ്തത്. പ്രീതി, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. ഇയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഉണ്ടായിരുന്നു ഗൗതം, നിന്നോടുള്ള പ്രണയത്തിന്റെ ഭ്രാന്ത്. എന്റെ മനസ്സിലുണ്ടായിരുന്ന ആ സ്നേഹത്തെയല്ലേ നീ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി വളച്ചൊടിച്ചത്? നീ പറഞ്ഞ ഓരോ വാക്കും ഞാൻ കണ്ണും പൂട്ടി വിശ്വസിച്ചു പോയിരുന്നു. രണ്ടാമതൊന്നും ചിന്തിക്കാതെ അതൊക്കെ എന്റെ മനസ്സിലേക്ക് ഏറ്റെടുത്തിരുന്നു ഞാൻ. എന്റെ വിശ്വാസത്തെയാ നീ നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ചവിട്ടുപടിയാക്കിയത്. എന്റെ മനസ്സാ കൗതുകം നഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടം പോലെ നീ വലിച്ചെറിഞ്ഞത്. മതി. Now you are crossing the limit. ഞാൻ മനസ്സവാച അറിയാത്ത കാര്യങ്ങളാ പ്രീതി ഈ പറയുന്നത് മുഴുവൻ. നുണ അല്ല. ഞാൻ എന്ത് സ്വാർത്ഥതയാ കാണിച്ചത്? പ്രീതിയുടെ വിശ്വാസം തകർത്തുകൊണ്ട് ഞാൻ എന്ത് ലക്ഷ്യം നേടിയെന്നാ താനീ പറയുന്നത്? മീര, മീര എന്ന ലക്ഷ്യം. മീരയോട് അടുക്കാനും എന്റെ അച്ഛന്റെ പിണക്കം മാറ്റി അടുപ്പം കൂടാനും വേണ്ടി അന്ന് നീ എന്നോട് പറഞ്ഞു കൂട്ടിയ നുണകൾ നീ മറന്നാലും ഞാൻ മറക്കില്ല ഗൗതം. അത്രയും ക്രൂരത എന്നോട് ഒരിക്കലും കാണിക്കരുതായിരുന്നു. നോ. മീരയോട് അടുക്കാനും മഹാദേവൻ സാറിന്റെ മുന്നിൽ ഒരു നല്ല ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും ഞാൻ പ്രീതിയുടെ സഹായം തേടിയെന്നുള്ളത് നേര് തന്നെയാ. പക്ഷേ ഒരു നുണയും ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ലെന്നോ? അപ്പൊ അന്ന് ആ പറഞ്ഞതൊക്കെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കണോ? ഞാൻ മനസ്സിൽ കെടാവിളക്ക് പോലെ കൊണ്ടു നടക്കുന്ന ഒരു ഇഷ്ടമുണ്ട് പ്രീതി. എനിക്കത് എത്രയോ നാളായിട്ട് അറിയാമായിരുന്നതാ. ഒന്നിച്ചൊരു ജീവിതം, മരണം വരെ. അതാ എന്റെ സ്വപ്നം. എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് പ്രീതി, അന്ന് സംഭവിച്ചു പോയത് വളരെ വലിയൊരു തെറ്റിദ്ധാരണയാ. ഞാൻ പറഞ്ഞത് മുഴുവനും മീരയെ കുറിച്ച് മാത്രമായിരുന്നു. എന്നെയും മീരയും കുറിച്ചെല്ലാം പ്രീതിക്ക് അറിയാവുന്ന കരുതിയാണ് ഞാൻ സംസാരിച്ചത്. പ്രീതി, ഐ എം സോറി ഇഫ് ഐ ഹർട്ട് യു. അല്ലാതെ ഞാൻ ഒരു നുണയും പറഞ്ഞിട്ടില്ല ഇയാളോട്. മുമ്പൊരിക്കൽ ജിമ്മിൽ വെച്ച് ഗൗതം എന്നോട് കുറച്ച് ടിപ്സ് ചോദിച്ച ഓർമ്മയുണ്ടോ? ഏതോ ഒരു ഫ്രണ്ടിന് ഒരു പാവം പെൺകുട്ടിയെ ഇഷ്ടമാണെന്നും അവനു വേണ്ടിയാണെന്നും പറഞ്ഞ ഗൗതം അത് ചോദിച്ചത്. വളരെ ഹോംലി ആയ പെൺകുട്ടികളെ എങ്ങനെ ഇംപ്രസ് ചെയ്യണം എന്നായിരുന്നു ഗൗതമിന് അറിയേണ്ടത്. അന്നത് എന്നോട് ചോദിച്ചത് എന്റെ ചേച്ചിയെ പ്രേമിക്കാൻ തന്നെ ആയിരുന്നു എന്ന്
എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് ഗൗതം. പ്രീതി മീരയുടെ സിസ്റ്റർ ആണെന്നുള്ള കാര്യം അന്ന് എനിക്ക് അറിയ പോലും ഇല്ലായിരുന്നു. എന്ന് മാത്രമല്ല, തന്റെ മനസ്സിൽ എന്നോട് ഇങ്ങനൊരു ഫീലിംഗ് ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് എന്നെ തുറന്നു പറഞ്ഞ് ക്ലിയർ ചെയ്തേനെ. ഓരോ തവണയും ഗൗതമിനെ കാണാനും മിണ്ടാനും ഞാൻ വെറുതെ ഓരോ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോ അത് എന്റെ മനസ്സിൽ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കുന്നു ഗൗതം ചിന്തിച്ചില്ലേ? ക്ഷണിക്കാത്ത അതിഥിയായി ഞാൻ ഗൗതമിന്റെ വീട്ടിലേക്ക് വരുമ്പോ, ഇയാളുടെ അച്ഛനമ്മമാരോട് അടുത്തിടപഴകുമ്പോ, ആ വീട്ടിൽ നിന്റെ കൂടെ ജീവിക്കാനുള്ളൊരു മോഹം എന്റെ ഉള്ളിലുണ്ടാവുമെന്ന് നിനക്ക് തോന്നിയില്ലേ? ഒത്തിരി അടുപ്പത്തോടെ ഞാൻ വഴക്കുണ്ടാക്കുമ്പോഴും പിണങ്ങുമ്പോഴും എന്റെ മനസ്സിലെ സ്നേഹം നീ കണ്ടില്ലേ ഗൗതം? അറ്റ്ലീസ്റ്റ് നിന്റെ മനസ്സിൽ മറ്റൊരാളുണ്ടെന്നെങ്കിലും എന്നോട് പറയായിരുന്നില്ലേ? അതുപോലും ഷെയർ ചെയ്യാനുള്ള മര്യാദ നീ കാണിച്ചില്ലല്ലോ എന്നോട്. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. സ്വന്തം ഭാഗത്തുനിന്ന് മാത്രം ചിന്തിച്ചിട്ടാ പ്രീതി എന്നെ കുറ്റപ്പെടുത്തുന്നത്. എന്റെ ഭാഗത്തുനിന്ന് കൂടി താനൊന്ന് ചിന്തിക്ക്. എന്റെ മനസ്സ് മുഴുവൻ മീരയായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാ. നമ്മൾ തമ്മിലുണ്ടായിരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വെറും സൗഹൃദം മാത്രമായിരുന്നു പ്രീതി. We were not even close friends. അതുകൊണ്ട് അത്രയും പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഇയാളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയില്ല. ഇപ്പൊ എന്താ എന്റെ സ്റ്റേറ്റസ് ഗൗതം? വെറും ഫ്രണ്ടോ, അതോ ഇയാൾക്കും മീരയ്ക്കും ഇടയിലുള്ള മീഡിയേറ്ററോ? പ്രീതി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ നിൽക്കരുത്. ഇത്രയും കാലം പല കാര്യങ്ങളും അറിയാതെയും തിരിച്ചറിയാതെയും പോയിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കാം. അറ്റ്ലീസ്റ്റ് ഇനിയെങ്കിലും ലെറ്റ്സ് സ്റ്റാർട്ട് ഓൺ എ ക്ലീൻ സ്ലേറ്റ്. ഇനിയെങ്കിലും പ്രീതി മനസ്സിലാക്കുന്ന എന്റെ പ്രതീക്ഷ. എന്റെ മനസ്സിൽ മീര മാത്രമേ ഉള്ളൂ. അവളാ എന്റെ സ്വപ്നം, ലക്ഷ്യം, എന്റെ സന്തോഷം, എന്റെ എല്ലാം. നിർത്ത്, എനിക്ക് കേൾക്കണ്ട. ഗൗതം ഇനി എത്ര പിറകെ നടന്നാലും മീര നിന്നെ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ വില പോലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല ഗൗതം. സ്വാർത്ഥയാണ് മീര. ചേച്ചിയുടെ കണ്ണിലെ ഗൗതം ആരും അല്ല. യു ആർ നത്തിങ് ആൻഡ് നോ വൺ ടു ഹർ. അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി എന്റെ സ്നേഹം തട്ടിക്കളയരുത് ഗൗതം. മീരയ്ക്ക് വേണ്ടിയുള്ള ഈ കാത്തിരിപ്പ് നിന്റെ ജീവിതം പാഴാക്കാനേ ഉപകരിക്കൂ. നിന്റെ സന്തോഷങ്ങൾ ഇല്ലാതാക്കാനേ സഹായിക്കൂ. നിന്റെ മനസ്സിൽ നീ മീരച്ചയ്ക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനമുണ്ടല്ലോ, അതിനേക്കാളും വലിയ സ്ഥാനം എന്റെ മനസ്സിൽ ഞാൻ നിനക്ക് തന്നിരിക്കുന്നത്. അത് കാണാതിരിക്കരുത് ഗൗതം. പ്ലീസ്, എന്നെ മനസ്സിലാക്കാതിരിക്കരുത്. I need you, Gautam. I deserve you. നിന്നെ മീരയേക്കാൾ ഏറെ അർഹിക്കുന്നത് ഞാനാ. സ്വന്തം ചേച്ചിയായിട്ട് പോലും മീരയെ കുറിച്ച് ഇയാൾ ഒന്നും മനസ്സിലാക്കിയിട്ടില്ലല്ലോ പ്രീതി. നിങ്ങളെ രണ്ടുപേരെയും തമ്മിൽ ഒരിക്കലും ഒന്നും താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല എനിക്ക്. അത്രയും വലിയ വ്യത്യാസമുണ്ട് രണ്ടുപേരുടെ സ്വഭാവങ്ങൾ തമ്മിൽ. അതാദ്യം മനസ്സിലാക്കുക. എന്നെ ആകർഷിച്ചത് മീരയുടെ സൗന്ദര്യമല്ല, അവളുടെ മനസ്സിന്റെ നന്മയാ. അതിന്റെ 7 അല്ലത്തെങ്കിൽ എത്തണമെങ്കിൽ താൻ ഒന്നുകൂടി ജനിക്കണം പ്രീതി. പിന്നെ മീരയുടെ മനസ്സിൽ എന്നോട് സ്നേഹമുണ്ടെന്നും
അത് എത്രമാത്രമാണെന്നും മീര പറയാതെ തന്നെ എനിക്കറിയാം. അതറിയാൻ എനിക്ക് വാക്കുകളുടെ ആവശ്യമില്ല. അന്നും ഇന്നും എന്നും എന്റെ മനസ്സിലും ജീവിതത്തിലും മീര അല്ലാതെ ഒരു പെണ്ണിനും സ്ഥാനമില്ല പ്രീതി. ഐ എം സോറി. നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു നീ തിരിച്ചറിയുന്ന ഒരു സമയം വരും ഗൗതം. നീ ഇതെവിടെ പോയതാ പ്രീതി? എവിടെങ്കിലും പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയാൽ എന്താ നിനക്ക്? എടി നിന്നോടല്ലേ ചോദിച്ചേ എവിടെയാ പോയെന്ന്? വന്നോ? ചോദിച്ചിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ മുറിയിൽ കയറി വാതിലും അടച്ചു. ഈശ്വര, ഇവൾക്ക് ഇതെന്താ പറ്റിയത്? അഹങ്കാരം അല്ലാതെന്താ? ദേവേട്ടനെടുത്ത് തലയിൽ വെച്ച് വഷളാക്കിയതാ അവളെ. നമ്മൾ അറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് യമനെ. പോയി നോക്കാം അമ്മേ. പ്രീതി, വാതില് തുറന്നേ. പ്രീതി, നിന്നോട് വാതിൽ തുറക്കാൻ പറഞ്ഞേ. പ്രീതി, വാതിൽ തുറക്കാൻ. പ്രീതി, എനിക്ക് അല്പം സംസാരിക്കാനുണ്ട് നിന്നോട്. മോളെ. പ്രീതി, എന്തൊരു അഹങ്കാരം നീ കാണിക്കുന്നത്? ഈ വിളിക്കുന്ന വിളിയൊന്നും നീ കേൾക്കുന്നില്ലേ? വാതിൽ തുറക്കടി ആസത്തെ. പ്രീതി, മോളെ പ്രീതി. പ്രീതി, വാതിൽ തുറക്കാൻ. പ്രീതി, മോളെ. പ്രീതി, എന്താ എന്താ പ്രീതി വാതിൽ തുറക്കാത്ത? ആർക്കറിയാം, എന്തെങ്കിലും ഒന്ന് മിണ്ടിട്ട് വേണ്ടേ? മോളെ പ്രീതി, അച്ഛമ്മയാ. വാതിൽ തുറക്കും മോളെ. നിനക്ക് എന്താ പറ്റിയത്? അച്ഛമ്മയോട് പറ മോളെ. അച്ഛമ്മയുടെ പൊന്നു മോളല്ലേ. വാതിൽ തുറക്ക് പ്രീതി. പ്രീതി, പ്രീതി വാതിൽ തുറക്ക് പ്ലീസ്. പ്രീതി, ഞാൻ നിന്റെ കാല് പിടിക്കാം. ഇങ്ങനെ എല്ലാവരും ടെൻഷൻ അടുപ്പിക്കില്ലേ മോളെ. ഒന്ന് വാതിൽ തുറക്ക് പ്രീതി പ്ലീസ്. പ്രീതി, വാതിൽ തുറക്ക്. പ്രീതി, പ്രീതി, വാതിൽ തുറക്കാൻ. നിങ്ങളെ രണ്ടുപേരും തമ്മിൽ ഒരിക്കലും ഒന്നും താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല എനിക്ക്. അവളെ എന്റെ സ്വപ്നം, ലക്ഷ്യം, എന്റെ സന്തോഷം. അതിന്റെ 7 അല്ലത്തെങ്കിൽ എത്തണമെങ്കിൽ താൻ ഒന്നുകൂടി ജനിക്കണം പ്രീതി. എന്റെ മനസ്സിലും ജീവിതത്തിലും മീര അല്ലാതെ ഒരു പെണ്ണിനും സ്ഥാനമില്ല പ്രീതി. പ്രീതി, പ്രീതി, വാതിൽ തുറക്ക് പ്രീതി. പ്രീതി മോളെ, വാതിൽ തുറക്ക്. മീരയുടെ മനസ്സിൽ എന്നോട് സ്നേഹമുണ്ടെന്നും അത് എത്രമാത്രമാണെന്നും മീര പറയാതെ തന്നെ എനിക്കറിയാം. നിന്നോട് എനിക്കുള്ള സ്നേഹവും എത്ര വലുതാണെന്ന് നീ അറിയണം ഗൗതം. എന്റെ സ്നേഹമാണ് അവളുടെ സ്നേഹത്തിനേക്കാളും വലുതെന്ന് നിന്നെ ഞാൻ അറിയിക്കും. ഈ കുട്ടി എന്ത് ഭാവിച്ചെന്ന് ഒരു പിടി കിട്ടുന്നില്ലല്ലോ ദൈവമേ. ദൈവേട്ടാ, ഒന്നിങ്ങി വന്നേ. പ്രീതി, പ്രീതി, വാതിൽ തുറക്ക്. വാതിൽ തുറക്ക് മോളെ പ്ലീസ്. ഒന്ന് വാതിൽ തുറക്ക്. പ്രീതി, പ്രീതി,
പ്രീതി വാതിൽ തുറക്ക്. മാറി നിൽക്ക്. പ്രീതി വാതിൽ തുറക്ക്. മോളെ പ്രീതി. പ്രീതി പ്രീതി മോളെ പ്രീതി മോളെ പ്രീതി മാറി നിൽക്ക്. മോളെ പ്രീതി വാതിൽ തുറക്ക്. എന്ത് പറ്റി? പ്രീതി വേട്ട മോള് പ്രീതി ഇങ്ങോട്ട് മാറി നിൽക്ക്. പ്രീതി മോളെ പ്രീതി മോളെ പ്രീതി വാതിൽ തുറക്ക്. മോളെ മോളെ പ്രീതി മോളെ പ്രീതി മോളെ വാതിൽ തുറക്ക്. നീ അച്ഛനല്ലേ മോളെ വിളിക്കുന്നേ? മോളെ പ്രീതി എന്റെ പൊന്നുമോള് വാതിൽ തുറക്ക്. പ്രീതി I'm sorry, അച്ഛൻ. I'm sorry. പ്രീതി മോളെ മോളെ പ്രീതി പ്രീതി വാതിൽ തുറക്കാൻ. മോളെ 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 എനിക്ക് മോളെ ഡോർ തുറക്കാൻ. ഇങ്ങോട്ട് മോളെ മോളെ പ്രീതി മോളെ എണീക്ക്. മോളെ മോളെ പ്രീതി പ്രീതി മോളെ എന്തായി? അവൾക്കിപ്പോ എങ്ങനെയുണ്ടമ്മേ? ഹോസ്പിറ്റലിൽ എത്തിയിട്ട് എന്തോ ഒന്ന് വിളിക്കാത്തത്? ദേവേട്ടന്റെ അടുത്തൊന്ന് മാറാൻ എനിക്കൊരു അവസരം കിട്ടിയില്ല മോളെ. പ്രീതി ഐസിയുല് കയറ്റിയിരിക്കുക. ഒന്നും അറിയില്ല. അച്ഛമ്മയുടെ കൂടെ ഐസിയുന്റെ മുമ്പിൽ തന്നെ ഉണ്ട്. പാവം അച്ഛൻ. അച്ഛന്റെ അവസ്ഥ എനിക്ക് ഓർക്കാൻ കൂടെ വയ്യ. ദേവേട്ടനാകെ മനസ്സ് തകർന്ന അവസ്ഥയില്ല. അമ്മയാണെങ്കിൽ ഇതുവരെ കരച്ചിൽ നിർത്തിയിട്ടേ ഇല്ല. അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണ്ടെന്ന് പോലും അറിയാതെ ഞാനും. അമ്മ തളരല്ലേ അമ്മേ. ഞാൻ അങ്ങോട്ട് വരുവോ? എനിക്ക് പ്രീതിയെ കാണണം അമ്മ. എന്തോർത്തുണ്ടായി പറയുന്നത്? ഇവിടെ ഇങ്ങനെ ഓരോന്ന് ഓർത്തിരുന്ന ഞാൻ ടെൻഷൻ അടിച്ച് ചാവും അമ്മ. എനിക്ക് പ്രീതിയെ കാണണം. അവളുടെ അടുത്ത് ഞാൻ ഉണ്ടാവണം അമ്മ. അവൾ ഐസിയുനകത്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ മോളെ? നീ വന്നാലും നിനക്ക് കാണാനോ അടുത്തിരിക്കാനോ ഒന്നും പറ്റില്ല. അതുമല്ല, ഈ മനപ്രയാസത്തിനിടയ്ക്ക് ഇനി നിന്നെ കൂടി ഇവിടെ കണ്ട ദേവേട്ടൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. നീ വിഷമിക്കണ്ട. എവിടെ ഇരുന്നായാലും പ്രീതിക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. യമുന, ആരായിരുന്നു ഫോണില്? ഇനി മേലിൽ അവള് വിളിച്ചാൽ
ഫോൺ എടുക്കുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്യരുത്. കാര്യങ്ങൾ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് അവൾ ഒറ്റയൊരുത്തിയ. ഇത് തന്നെ ധാരാളം. കൂടുതലൊന്നും അവള് ചെയ്യണ്ട. അവളെ ഒന്നും അറിയിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? ഒരു പെണ്ണിനോട് ഒരാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാ ഗൗതം എന്നോട് ചെയ്തത്. എന്റെ മനസ്സാ കൗതുകം നഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടം പോലെ നീ വലിച്ചെറിഞ്ഞത്. ശല്യപ്പെടുത്തില്ലെന്ന് വാക്ക് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ വിളിക്കുന്നത്? അത് ഞാൻ തന്നെ ശല്യപ്പെടുത്താൻ വിളിച്ചതല്ല മീര. എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങള്. വേണ്ട ഗൗതം, എനിക്കൊന്നും കേൾക്കണ്ട. പ്ലീസ് മീര. ഈ കോള് ഡയൽ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒത്തിരി ആലോചിച്ചു. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മീര അറിയണം. അറിയിച്ചേ പറ്റൂന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. എനിക്കൊന്നും അറിയണ്ട. ഒന്നും പറയാനും അറിയാനും ഉള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. എന്ത് പറ്റി മീര? എന്റെ അനിയത്തി ഹോസ്പിറ്റലിലാണ് ഗൗതം. അവളെ ഓർത്ത് മനസ്സുരുകിയിരിക്കാൻ ഞാനിവിടെ. പ്രീതിക്ക് എന്ത് പറ്റി മീര? അവള് ഞരമ്പ് മുറിച്ച് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് അമ്മ വിളിച്ച കിട്ടില്ല. ഞാൻ കട്ട് ചെയ്യാ ഗൗതം. മീര വെക്കല്ലേ, നിക്ക്. ഏത് ഹോസ്പിറ്റലിലാ പ്രീതി അഡ്മിറ്റ് ചെയ്തിരിക്കുന്നെന്ന് പറയും. ഡോക്ടർ എങ്ങനെയുണ്ട് മോക്ക്? ഞങ്ങളുടെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ. മോൾക്ക് ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല മിസ്റ്റർ ദേവൻ. ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്തു എന്ന് പറയാറായിട്ടില്ല. കൈത്തണ്ടയിലെ ഞരമ്പുകൾ വല്ലാതെ ഡാമേജ്ഡ് ആണ്. ധാരാളം ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വി വിൽ ട്രൈ മിസ്റ്റർ ദേവൻ. അത്യാവശ്യമായി കുറച്ച് ബ്ലഡ് അറേഞ്ച് ചെയ്യേണ്ടി വരും. അറിയാലോ, നിങ്ങളുടെ മകളുടെ ബ്ലഡ് ഗ്രൂപ്പ് വളരെ റയറായ ഒന്നാണ്, AB നെഗറ്റീവ്. ഞങ്ങളുടെ ബ്ലഡ് ബാങ്കിൽ അത് സ്റ്റോക്കില്ല. പുറത്തുനിന്ന് എവിടെന്നെങ്കിലും നിങ്ങൾ തന്നെ അത് അറേഞ്ച് ചെയ്യേണ്ടി വരും. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. പരമാവധി 1 മണിക്കൂർ അതിനുള്ളിൽ വേണം. അല്ലെങ്കിൽ ചിലപ്പോ കാര്യങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയില്ലെന്ന് വരും. നമ്മുടെ മോള് മൂർത്തി, AB നെഗറ്റീവ് ബ്ലഡ് വേണം മൂർത്തി, ഉടനെ വേണം. പിന്നെ നമ്മുടെ ഓഫീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലല്ലേ ഇട്ടേക്ക്. ശ്യാമിന്റെ ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവാ. AB നെഗറ്റീവാ വേണ്ടേ? ഞാൻ വിളിച്ചോളാം.
ശ്യാമേ ശ്യാമേ എന്റെ മോക്ക് വേണ്ടി അർജന്റ് DAB ഇവിടെ നിന്നെങ്കിലും. യമുനെ, പ്രീതിയുടേതും മീരയുടേതും ഒരേ ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ മോളെ? അതെ, രണ്ടാളുടേതും AB നെഗറ്റീവ് തന്നെ അമ്മ. പിന്നെ എന്താ ടെൻഷൻ? മീരയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ പോരെ? അത് ദേവേട്ടൻ സമ്മതിക്കുമെന്ന്. പ്രീതി മോള് ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് കിടന്ന് മല്ലിടുമ്പോ ദേവന്റെ സമ്മതമാണോ പ്രശ്നം? അവന്റെ ഇഷ്ടവും അനിഷ്ടവും ഒന്നും നോക്കാനുള്ള നേരമല്ല ഇത്. എങ്ങനെയും പ്രീതിയെ ഈ ആപത്തിൽ നിന്ന് രക്ഷിക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത്. ഒട്ടും സമയം കളയാനില്ല നമുക്ക്. വിളിക്ക, ഇപ്പൊ തന്നെ മീരയെ വിളിച്ച് വേഗം ഇങ്ങ് എത്താൻ പറയേ. അമ്മേ, മോളെ മീര, പ്രീതിയുടെ അവസ്ഥ കുറച്ച് ക്രിട്ടിക്കലാണെന്ന് ഡോക്ടർ പറഞ്ഞത്. ശരീരത്തിൽ നിന്ന് ഒത്തിരി ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. ഉടനെ ബ്ലഡ് കൊടുക്കണം. എന്നാല് അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് അങ്ങനെ എളുപ്പം കിട്ടുന്നതല്ല. ഇവിടുത്തെ ബ്ലഡ് ബാങ്കിലും ഇല്ല. എന്റെ പ്രീതിയുടെ ഒരേ ഗ്രൂപ്പ് അല്ലേ അമ്മേ, AB നെഗറ്റീവ്? അത് പറയാൻ തന്നെയാ മീര ഞാനിപ്പോ നിന്നെ വിളിച്ചത്. നീ ഉടനെ വരണം. വന്ന് പ്രീതിയുടെ ജീവൻ രക്ഷിക്കണം മോളെ. എന്റെ ശരീരത്തിലെ അവസാനത്തുള്ളി ചോരയും കൊടുത്ത് അവൾക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാലും ഞാനത് ചെയ്തിരിക്കും അമ്മ.